ശ്രീദേവി വന്നിട്ട് ഒരുപാട് നേരമായോ? നിന്ന് കാലൊടിഞ്ഞു. സമയം ഒരുപാടായപ്പോൾ എനിക്ക് സംശയം വരുവോ ഇല്ലയോ എന്ന്. ഇലക്ഷനിൽ തോൽപ്പിച്ചതിന്റെ പകവീട്ടൻ. ഇലക്ഷനിൽ നീയാ ജയിച്ചത്, പക്ഷേ പ്രേമത്തിൽ ഞാനാണ് ജയിച്ചത്. എനിക്ക് ശ്രീദേവി കിട്ടിയൊരു ലാഭക്കച്ചവടമാണ്, ഞാൻ നിനക്കൊരു നഷ്ടക്കച്ചവടവും. ലാഭമോ നഷ്ടമോ എന്ന് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്? അപ്പോ ലാഭമാണെന്നാണോ പറയുന്നത്? സംശയമുണ്ട്. മുടക്കുമുതലില്ലാതെ തന്നെ എനിക്ക് ലാഭം കിട്ടി. നിന്റെ അമ്മയെ എന്റെ അച്ഛനും കീരിയും പാമ്പും പോലെയാ. എങ്ങനെ ഈ പ്രശ്നം അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്? എന്റെ അമ്മയ്ക്ക് നിങ്ങളോട് ഒരു വിരോധവും ഇല്ല. സുരേന്ദ്രന്റെ അച്ഛനാണ് വഴക്ക്. ശരി, സമ്മതിച്ചു. എങ്കിലൊരു കാര്യം ചെയ്യും, ആദ്യം നീ നിന്റെ അമ്മയോട് കാര്യം ഒന്ന് പറഞ്ഞു നോക്ക്. അയ്യോ, അത് കുഴപ്പമാ. അതെന്താ? അമ്മയ്ക്ക് നിങ്ങളുടെ ചേട്ടനെയാ കൂടുതൽ ഇഷ്ടം. നിങ്ങളൊരു എടുത്തിയാട്ടക്കാരനാണ് അമ്മ പറയുന്നത്. അത് സത്യം. എന്റെ അമ്മായി അമ്മയ്ക്ക് വിവരമുണ്ട്. ഞാനൊരു എടുത്തിയാട്ടക്കാരനായോണ്ടല്ലേ ഈ പ്രേമത്തിൽ എടുത്തിയാടിയത്. കളി മതിയാക്കൂ. ഒരു കാര്യം ചെയ്യാമോ? എന്താ? ഈ വിവരം നിങ്ങളുടെ ചേട്ടനോടൊന്ന് പറയാമോ? പറഞ്ഞാൽ ചേട്ടൻ എന്റെ ചേട്ടനോട് പറയും. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. എന്റെ ചേട്ടന് ശ്രീദേവിയുടെ അമ്മയെ വലിയ ഇഷ്ടമാണ്. ആണല്ലോ. എന്നാൽ ഇന്ന് തന്നെ പറയണം, ഇല്ലെങ്കിൽ ഞാൻ കൂടെ ഇറങ്ങിപ്പോരും. അയ്യോ, അത് വേണ്ടായേ. 4 പേരറിഞ്ഞ് മാനം മര്യാദയായിട്ട് ഞാൻ വിളിച്ചോണ്ട് പൊക്കോളാം. ചേട്ടാ, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല. എനിക്ക് ഉറക്കം വരാനായിട്ട് കുറച്ചു നാളായടാ. അയ്യോ, അതൊരു അത്ഭുതമാണല്ലോ. ഇരുന്നും നിന്നും നടന്നും ഒക്കെ ഉറങ്ങുന്ന ആളാന്നല്ലോ ചേട്ടൻ. അധ്വാനിക്കുന്ന ഒരു കണ്ണടച്ചാ ഉടനെ ഉറങ്ങുന്ന ശാസ്ത്രം. ശാസ്ത്രമൊക്കെ തെറ്റുമെന്നാ തോന്നുന്നത്. ഞാനൊരു നല്ല വഴി പറയാം. ചേട്ടനൊരു കല്യാണം കഴിക്കാം. ചേട്ടത്തിയമ്മ വന്നാല് ഉപ്പും മുളകും ചേർത്ത് നല്ല ആഹാരമെങ്കിലും കഴിക്കാമല്ലോ. ഓ, ചേട്ടത്തിയമ്മ വന്നാൽ വേലക്കാരുടെ ശമ്പളം ലാഭപ്പെടുത്താമെന്നായിരിക്കും. ഞാനൊരു മലമൂടനാണല്ലോ, അതുകൊണ്ടൊരു കൺട്രി സാധനത്തിനെ കൊണ്ടുവരണമെന്നാണോ നീ പറയുന്നത്? വേണ്ട, ചേട്ടൻ പഠിച്ചൊരു പെണ്ണിനെ തന്നെ വിവാഹം കഴിക്കണം. ആദ്യം ഞാൻ പറഞ്ഞ തിരിച്ചെടുത്തിരിക്കുന്നു. പഠിച്ച ഒരു പെണ്ണുണ്ട്, കയ്യെത്തുന്ന ചില്ലയിലെ പൂവ്, പക്ഷെ പറിക്കാൻ നിവർത്തിയില്ല. അതെന്താ ചേട്ടാ, വേറെ ആരെങ്കിലും പറിക്കാനായിട്ട് തക്കം നോക്കി നിൽപ്പുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഇക്കാര്യം അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ ഈ ജന്മം സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ചേട്ടനും പ്രേമവും ഏതാണ് പെണ്ണ്? എന്നോട് തുറന്നു പറ. നിന്നോടല്ലാതെ മറ്റാരോടാണിത് പറയുക? ഈ ജീവിതത്തിൽ എനിക്ക് ഒരേ ഒരു പെൺകുട്ടിയെ മാത്രമേ ഭാര്യയായി സങ്കല്പിക്കാൻ കഴിയൂ. അത് മറ്റാരുമല്ല, ശ്രീദേവിയാണ്. എന്താ, നിനക്ക് അത്ഭുതം തോന്നുന്നുണ്ടായിരിക്കുമല്ലേ? അവളെ എനിക്ക് ജീവനാണ്. അവളാണ് ഈ വീട്ടിൽ വരേണ്ടവൾ. അവൾക്ക് എന്നെ അറിയാം, നിന്നെ അറിയാം, നമ്മുടെ അച്ഛനെ അറിയാം. അവൾക്ക് ഈ വീട് സ്വന്തം വീട് പോലെ ആയിരിക്കും. ശ്രീദേവി, ഞാൻ പറയുന്നത് കേക്ക്. എന്റെ ചേട്ടൻ വളരെ നല്ലവനാണ്. അദ്ദേഹത്തെ ഭർത്താവായി കിട്ടുന്ന പെൺകുട്ടി ഏറ്റവും ഭാഗ്യം ചെയ്തവളായിരിക്കും. അദ്ദേഹം നല്ലവനല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. അനുജനെ മനസ്സിൽ കൊണ്ടു നടന്നിട്ട് ചേട്ടന് ശരീരം കൊടുക്കാൻ ഞാനൊരു വേശ്യയല്ല. ശ്രീദേവി, നീ ഇതേപ്പറ്റി സമാധാനമായി ചിന്തിക്കണം. എന്റെ ചേട്ടൻ എനിക്ക് ദൈവത്തെ പോലെയാണ്. അദ്ദേഹത്തിന് വളരെ കുറച്ച് ആഗ്രഹങ്ങളേ ഉള്ളൂ. എന്തോ അദ്ദേഹത്തിന് നിന്നെ ഇഷ്ടപ്പെട്ടു. ആ നിമിഷം മുതൽ നീ എന്റെ കാമുകയല്ലാതായി തീർന്നിരിക്കുകയാണ്. അത്രേ ഉള്ളൂ നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം. നീ എന്നെ കുറ്റപ്പെടുത്തിക്കോളൂ, എനിക്കിതിൽ ദുഃഖമില്ല. പക്ഷേ ഞാൻ നിസ്സഹായനാണ്. എനിക്ക് വേണ്ടി, നമ്മൾ 3 പേരുടെയും നല്ല ഭാവിക്ക് വേണ്ടി ശ്രീദേവി ത്യാഗം ചെയ്തേ മതിയാവും.